എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മിൻ ജെ ഫെർണാണ്ടസ്, കുണ്ട്ര എളമ്പള്ളൂരുള്ള സ്വസ്തി ആയുർവേദിക് സെൻറ്ററിൽ ആയുർവേദ ഫിസിഷ്യനും കോസ്മെറ്റോളജിസ്റ്റുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ണുകളുടെ കെയറിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും നല്ല കണ്ണുകൾ വേണം, നല്ല മിഴികൾ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ കെയർ എടുക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഒരു 40+ ആയിട്ടുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അണ്ടർ ഐ സർക്കിൾ, അണ്ടർ ഐ പഫിനെസ്, ഒരു ഏജിങ്ങിൻ്റെ ചേഞ്ചസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അതുപോലെ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ കണ്ണിന് ആദ്യം വേണ്ടത് തന്നെ നല്ല ഉറക്കമാണ്. നല്ല ഉറക്കമുണ്ടെങ്കിൽ, അതായത് 6 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയാൽ തന്നെ കണ്ണിൻ്റെ ക്ഷീണം മാറും. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാവും അല്ലേ? ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെ ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിനൊരു ഭാരം അല്ലെങ്കിൽ കണ്ണിനൊരു തൂക്കം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ട ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുന്നത് നന്നായി ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. നന്നായി ഉറക്കം എന്ന് പറയുന്നത് 6 തൊട്ട് 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ട് സ്ക്രീൻ ടൈമാണ്. നമ്മൾ മൊബൈലാണെങ്കിലും TV ആണെങ്കിലും എല്ലാം കൂടുതൽ നേരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡായിട്ടുള്ള ടിപ്പായിട്ട് വരുന്നത്. നന്നായി ഉറങ്ങുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, നന്നായി വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പാല് കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അണ്ടർ ഐ സർക്കിൾ അല്ലെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മുടെ ആയുർവേദ മരുന്നുകളുണ്ട്. മഞ്ചിഷ്ട പോലുള്ള മരുന്നുകൾ ചേർത്തിട്ട് നമുക്ക് ജെല്ലോ ക്രീമോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫേസ് യോഗകൾ ചെയ്യാം. അതിനകത്ത് കുറച്ച് എക്സസൈസൊക്കെ വരുന്നുണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് ഈ അണ്ടർ ഐ സർക്കിൾസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ആയുർവേദ ഹെർബൽ പാക്കുകളുണ്ട്, അണ്ടർ ഐ പാക്കുകൾ. അത് നമ്മൾക്ക് യുക്തമായ മരുന്നുകളിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അണ്ടർ ഐയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഡാർക്ക്നെസ്സും പഫിനെസ്സും ഒക്കെ കുറയ്ക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ നല്ല ആഹാര രീതികൾ ശീലിക്കുക, നല്ല എക്സസൈസുകൾ ചെയ്യുക, കണ്ണിന് നല്ല റെസ്റ്റ് കൊടുക്കുക, സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള യുക്തമായ ഔഷധങ്ങൾ സേവിക്കുക. എക്സ്റ്റേണലി മാത്രമല്ല ഇൻറ്റേർണലിയും മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിനെല്ലാം നമുക്കൊരു കെയർ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ത്രിഫല ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് കണ്ണ് കഴുകാം. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായി വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം, നന്നായി തണുത്തതിന് ശേഷം മാത്രം കണ്ണിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ നമുക്കൊരു ഐ കപ്പ് എന്നൊരു സാധനം അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് ഈ ത്രിഫല കഷായം ഒഴിച്ചിട്ട് നമുക്ക് കണ്ണതിൽ ഇറക്കി വെക്കാം. അതും നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. നിത്യവും നമുക്ക് അഞ്ജനം എഴുതാം. അത് ഹെർബൽ കാജലാവാം, ഇളനീർ കുഴമ്പ് എഴുതാം, എല്ലാം ചെയ്യാം. ഹെർബൽ കാജലിൽ നമ്മൾ കണ്ണിന് ഹിതമായിട്ടുള്ള മരുന്നുകൾ എടുത്ത് അതിൻ്റെ സ്വരസം എടുത്ത്, അതായത് അതിൻ്റെ നീരെടുത്ത് തിരിക്കകത്ത് മുക്കി ഉണക്കി അത് കരിച്ചിട്ടാണ് നമ്മൾ ഹെർബൽ കാജൽ ഉണ്ടാക്കുന്നത്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കണ്ണിന് ഹിതമായിട്ടുള്ളത് കൊണ്ട് കണ്ണിന് തണുപ്പ് നൽകുന്നതും കണ്ണിൻ്റെ കാഴ്ചശക്തി നേരെയാക്കുന്നതിനും കണ്ണിൻ്റെ നൈർമല്യത്തിനുമെല്ലാം സഹായിക്കുന്നതാണ്. അതുപോലെ നിത്യവും നിങ്ങൾക്ക് ഇളനീർ കുഴമ്പ് എഴുതാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ത്രിഫല ഉള്ളിൽ കഴിക്കുന്നതും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ ത്രിഫലാദി വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങളുടെ കണ്ണ് റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുകയും അതിൻ്റെ പവറും കാര്യങ്ങളും നോക്കുകയും ചെയ്യുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. നമ്മളറിയാതെ തന്നെ അതിലോട്ട് അഡിക്റ്റായിട്ട് നമ്മൾ മണിക്കൂറുകൾ അതിനകത്ത് നമ്മൾ ചിലവഴിക്കും. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് മൊബൈലിനെ ഒന്ന് അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടത്തുള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. എല്ലാവരും കണ്ണിൻ്റെ കെയറിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.